തന്നെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും സ്വർഗീയ നിമിഷങ്ങളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു മേഖലയാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. ആകയാൽ വേണ്ടതും നമ്മുടെ മറ്റുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉപകരണങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കൽബിനകത്തുള്ള നീയത്ത് അത് ഇഖ്ലാസുള്ളതാവുക, അതാണ് നമ്മുടെ ഈ ഉദ്യമം കൊണ്ടും ഈ പഠനം കൊണ്ടും പഠിപ്പിക്കൽ കൊണ്ടും നമ്മുടെ മുന്നിൽ ഉണ്ടാവേണ്ടത്. അതില്ലാതെ കണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ അപ്പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ വെറും ശൂന്യതയായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം ദീനിയായ ഉയർച്ചയും വളർച്ചയും നമ്മുടെ മക്കളിൽ, മഹല്ലുകളിൽ, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളിൽ ഉണ്ടാവുക എന്നതാണ്. പരീക്ഷാ റിസൾട്ടും A+ഉം ടോപ്പ്ലസും 100% വിജയങ്ങളും സർട്ടിഫിക്കറ്റുകളും പ്രശംസാപത്രങ്ങളും ഒക്കെ ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും നടത്തപ്പെടുന്ന പഠനങ്ങളും പഠിപ്പിക്കലുകളും സേവനങ്ങളും ഈ ഗണത്തിൽ എങ്ങനെ വായിക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രത്യേകം എപ്പോഴും ഞാൻ അതിനെ ഉപദേശിക്കുകയല്ല, എങ്കിലും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ എന്നോട് ഉപദേശിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരൊക്കെ ആ കാര്യത്തിൽ വളരെ ആത്മാർത്ഥതയുള്ളവരുമാണ്. അള്ളാഹു ഇഖ്ലാസ് വലം കൈയായി ദീനിനു വേണ്ടി സേവനം ചെയ്യാൻ നമുക്ക് തോന്നിക്ക് നൽകുമാറാവട്ടെ. ആകയാൽ നമ്മുടെ മുന്നിൽ വരുന്ന മക്കൾ ദീനിയായ ഉയർച്ചയും വളർച്ചയും ലഭിക്കപ്പെട്ടവരും ഒരു കാരണവശാലും ആഖിറത്തിൽ എൻ്റെ മുന്നിൽ വന്ന മക്കളും ഞാനും പരാജയപ്പെടരുത് എന്ന ഒരു അതിയായ മോഹം നമ്മുടെ മുന്നിൽ ഉണ്ടാവും. ആ നിയ്യത്ത് കൽബ് അനുസരിച്ച് നമ്മൾ സേവനം ചെയ്യുന്നുവെങ്കിൽ, അടിസ്ഥാനപരമായ ആ ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അനുബന്ധ കാര്യങ്ങളൊക്കെ യാന്ത്രികമായി നമ്മെ പിന്തുടരും. A+ഉം ടോപ്പ്ലസും ഒക്കെ അതുവഴി വരും. അതുകൊണ്ട് ആകയാൽ ഉസ്താദുമാരാൽ നമുക്കുണ്ടാവേണ്ടത് കൽബിനകത്തുള്ള നിയ്യത്താണ്. അല്ലാഹു തആല അങ്ങനെ ആക്കി തരുമാറാവട്ടെ. നമ്മുടെ സദസ്സ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ മദ്രസ പഠനം നിർത്തിവെച്ച് സംഘടിപ്പിച്ച ഒരു സദസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നേതൃത്വം ഇവിടെ സംവിധാനിച്ചിരിക്കുന്ന ചർച്ചകളും സംവിധാനങ്ങളും ഒക്കെ നാളെ നമ്മുടെ മദ്രസയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇന്നലത്തേതുപോലെ അല്ലാതിരിക്കണം. എന്തെങ്കിലും ഒരു മാറ്റം ഈ ഉസ്താദിൽ ഉണ്ടാവണം എന്ന വലിയൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അതിനുതകുന്ന പ്രഭാഷണങ്ങളും അധ്യക്ഷ ഭാഷണം, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുദരിസ് ഉസ്താദിന്റെ മഹനീയമായിരിക്കുന്ന അന്തർപരമായി ഇൽമിനെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമെന്ന വലിയ ആയത്തിലിറങ്ങിയ പഠനം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതൊക്കെ ചെറുതായ രൂപത്തിലെങ്കിലും നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ ലുഖ്മാൻ ഹക്കീം തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട മകനോട് ഒരുപാട് ഉപദേശം നൽകുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു ഉപദേശമുണ്ട്: മോനെ, പ്രത്യക്ഷത്തിൽ കാണുന്ന ആ സദസ്സ് മിസ്കീന്മാരുടെ സദസ്സാണ്. പക്ഷേ നാളെ അത് രാജകീയമായ സദസ്സായി മാറുന്ന ഒരു ദിവസം വരുന്നുണ്ട്. കാരണം ഈ മിസ്കീന്മാരാണെന്ന് തോന്നിക്കുന്ന സദസ്സിൽ ചർച്ച ചെയ്യുന്നത് ഇൽമും ഹിക്മത്തുമാണ്. അതാണ് നമ്മുടെ മുദരിസ് ഉസ്താദ് നമുക്ക് എല്ലാ മോഡൽ ക്ലാസ്, എല്ലാ റേഞ്ച് ജനറൽ ബോഡി യോഗങ്ങളിലും എങ്ങനെ എന്ന് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം പകർത്താൻ പറ്റുന്നില്ലെങ്കിലും എന്തെങ്കിലും പകർത്താനും എന്തെങ്കിലും പുരോഗതി എടുത്താനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്നിനും സാധിച്ചില്ലെങ്കിൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസിനെ കുറിച്ച് നമുക്കറിയാം, നമ്മൾ ഏതോ കാലത്ത് കാണാൻ തുടങ്ങിയതാണ്. പഴയ ഉസ്താദന്മാർക്കൊക്കെ അറിയാം, ഒരു റേഞ്ച് ജനറൽ ബോഡി തന്നെ 2 മോഡൽ ക്ലാസ് ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ക്ലാസ് എടുക്കണമെന്ന ഏറ്റവും ചുരുങ്ങിയത്, ഞാൻ വളരെ കാലം 93 മുതൽ മോഡൽ ക്ലാസ് കാണാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ മോഡൽ ക്ലാസ്സിൽ ഉസ്താദ് കുട്ടികളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. വളരെ
സൗമ്യമായ സന്തോഷത്തോടുകൂടി വശ്യമായ രൂപത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ കുട്ടികൾക്കും ഉസ്താദിനും വല്ലാത്ത പിരിയാൻ ആഗ്രഹമില്ലാത്ത രൂപത്തിൽ എല്ലാം പകർത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു കാരണത്താൽ കുട്ടികൾ നമ്മുടെ ശത്രുക്കളായി മാറുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മളാരും അത്തരക്കാരല്ല. അല്ലാഹു തആല നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കി തീരുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് എന്നോട് മാത്രമാണ്, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോടല്ല. നമ്മൾ ഇന്നലകളിൽ മഹാനായ ഗൗസുൽ അശേഖ് അഹമ്മദ് കബീർ റിഫായി തങ്ങളുടെ ജീലാനി നേർച്ച നടത്തുകയായിരുന്നു. മിക്ക ഉസ്താദുമാരും അവിടെ ദ്രവ്യത്തിനെ കുറിച്ചും ദസ്കീയത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞവരാണ്. അവിടെ മഹാനായ ഗൗസുൽ വാക്കുണ്ട്, മുസ്ലിമായ ആളോടാണ് പറയുന്നത്, ലിസാനുക മുസ്ലിമുൻ ഖൽബുക ലാ, ഖൗലുക മുസ്ലിമുൻ ഫീലുക ലാ, വഅമ്മാ ഫീ ജസ്വതിക മുസ്ലിമുൻ വഫീ ഖൽബതിക ലാ. തുടർന്ന് പറയുന്നുണ്ട്, ഉസ്താദുമാരാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നിന്റെ നാവ് മുസ്ലിമാണ്, ഖൽബ് ഇപ്പോഴും മുസ്ലിമല്ല. നിന്റെ വാക്ക് മുസ്ലിമാണ്, പ്രവൃത്തി ഇപ്പോഴും മുസ്ലിമല്ല. ആൾക്കൂട്ടത്തിൽ നീ മുസ്ലിമാണ്, ഒറ്റയ്ക്കുമ്പോൾ നീ ഇപ്പോഴും മുസ്ലിമല്ല. ഖൽബിനെയാണ് ആ മഹാന്മാരെ ശുദ്ധീകരിച്ചിട്ടുള്ളത്. തുടർന്ന് പറഞ്ഞ് അവസാനം മഹാനവറുകൾ പറയുന്നുണ്ട്, വലം തുരിദ് ബിഹാദിൽ അഅമാലി സ്വാലിഹ, ഈ നല്ല പ്രവർത്തനം കൊണ്ട് ഒരിക്കലും നീ ഉദ്ദേശിച്ചിട്ടില്ല വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചിട്ടുമില്ല. അന്ത മുനാഫിഖ്, നഊദു ബില്ലാഹ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങൾ ഉസ്താദുമാരെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇഖ്ലാസ് വരം കൈയായി ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് തൗഫീഖ് ലഭിച്ച ആളുകളാണ്, മഹാഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഈ രൂപത്തിലൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അതോടൊപ്പം സമസ്ത എന്ന വലിയ മനോഹരമായ പ്രസ്ഥാനത്തിന്റെ ഖാദിമീങ്ങളായി സേവനം ചെയ്യാൻ കൂടി തൗഫീഖ് ലഭിച്ചവരാണ് നമ്മുടെ മഹാന്മാര്. ഔലിയാക്കന്മാരാൽ സ്ഥാപിക്കപ്പെട്ട ആ പ്രസ്ഥാനം വളരെ അടിസ്ഥാനപരമായി കെട്ടുറപ്പുള്ളതാണ്. ആകാശത്ത് വളർന്നു പന്തലിച്ച് നിൽക്കുന്നതാണ്. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ അതിനെ കല്ലെറിയുന്നവർക്ക് പോലും മധുരമനോഹരമായ പഴങ്ങൾ കൊടുക്കുന്ന ആ വലിയ പ്രസ്ഥാനം, അതിന്റെ തണലിൽ വിശ്രമിക്കുന്ന നമ്മൾ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്, ആ വൃക്ഷത്തിന്റെ മുകളിൽ ഇത്തിക്കണ്ണി കയറുന്നത് നല്ല പോലെ ശ്രദ്ധിക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ 100ാമത്തെ വാർഷികം കടന്നു വരുമ്പോ അതിനെ വലിയ രൂപത്തിൽ വിജയിപ്പിച്ചെടുക്കേണ്ട കടമ നമുക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസ്ഥയുടെ ഖാദിമീങ്ങളായി, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ജീവിച്ചു മരിക്കാനും സേവന രംഗത്ത് ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാനും ഉള്ള ആഫിയത്തും ആരോഗ്യവും നമുക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്.